ഇതാണ് നമ്മുടെ ഹരീഷ് ഏട്ടൻ. ബർത്ത്ഡേ ആയിട്ട് സർപ്രൈസ് ആക്കാൻ വന്ന കാക്ക വരെ ഞെട്ടിപ്പോയി. സർപ്രൈസും പൊട്ടിച്ച കാക്കനെ കളിയാക്കിയിട്ട് നിൽപ്പുണ്ട്. എന്തായാലും ആ സന്തോഷം കൊണ്ട് മുമ്പേ നമുക്ക് ബ്ലാബൻ ബി11 മേടിച്ചരാന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ ആസ്പെയർ പാർക്കിന്റെ ഓപ്പോസിറ്റുള്ള ഫെറോസിയ സ്ട്രീറ്റിലെ ബി11 സ്റ്റോറിലേക്ക് വന്നിരിക്കാം. ക്യൂ നിന്ന് വാങ്ങേണ്ടിരുന്നു ജാസി പറഞ്ഞപ്പോൾ അവർക്കും പ്രതീക്ഷയില്ല. അവസാനം ജാസിക്ക് സന്തോഷം വേണ്ടിയിട്ട് ഞങ്ങൾ 5-6 പേര് കൂടിയിട്ട് ക്യൂ കൊണ്ട് ഉണ്ടാക്കി. മക്കളെ കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത്. ഇതാണ് ഐസ്ക്രീം ദോശ. വിദ്യാഭ്യാസമില്ലാത്തവരിതിനെ ക്രേപ്സ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. സാലറി കിട്ടിയിട്ട് ഇതെല്ലാം ഒന്ന് കഴിച്ചോക്കണം. അയ്യോ സോറി. അങ്ങനെ മുഹമ്മദ് അസീമിന്റെ ക്യാമറ നോക്കിയാൽ 4ാമത്തെ ചിരി ഞാൻ ക്യാപ്ചർ ചെയ്തു. ഞാൻ എന്റെ സ്ഥിരം പരിപാടി ചെയ്തുകൊണ്ടേയിരുന്നു. ഉസ്മാൻ ആർക്കോ കാര്യമായി മെസ്സേജ് അയച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് ഹരീഷ് ഭായി ഫോട്ടോ എടുത്തരാന്ന് പറഞ്ഞു. ബർത്ത്ഡേ പോയി ആയതുകൊണ്ട് ഞാൻ അവളെ ഫോട്ടോ നന്നായെന്ന് പറഞ്ഞ് സന്തോഷിപ്പിച്ചു. നമുക്കിതൊക്കെയല്ലേ ചെയ്യാൻ പറ്റും. കാത്തിരുന്ന് വരുന്നത് ഞാൻ ഉസ്മാൻ പുറത്തിറങ്ങിയപ്പോൾ അതേ പുറകെ ആയിരുന്നു നമ്മുടെ ബി11. അങ്ങനെ ഞങ്ങൾ തിന്നാൻ വേണ്ടി നമ്മുടെ ആസ്പെയർ പാർക്കിലേക്ക് നീങ്ങിയാണ്. ദൈ എടുക്കുന്ന ഫോട്ടോ നമുക്ക് നാളെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയോ പോസ്റ്റോ ആയിട്ട് കാണാം. കുറേ നേരം ആസ്പെയർ പാർക്കിലൂടെ നടന്നിട്ടും ഒരു സ്ഥലം കിട്ടിയില്ല. അവസാനം നിലത്താണ് ഇരിക്കാന്നാണ് വിചാരിച്ചു. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ സാധനത്തിന്റെ പേരെന്താണെന്ന് തിന്നതിന്റെ മുന്നേ എനിക്കറിയില്ലായിരുന്നു. ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പഠിച്ചാണ്. ഇതാണ് കൊശേരി പിസ്താഷ്യോ ലോട്ടസ്. ഇതൊരു ഈജിപ്ഷ്യൻ ഡെസേർട്ടിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണ്. ആൻഡ് ഇതാണ് ആംബലി ലോട്ടസ്. ആക്ച്വലി സാധനം കിടു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ബഷീറിനോടൊക്കെ ചോദിച്ചറിയാം. എന്റെ കുറെ കാലത്ത് ഷുഗർ കട്ട് ഞാൻ ഇന്നലെ മാറ്റി വെച്ചു. പിസ്താഷ്യോട്ട് നോക്കി നോക്കി എങ്ങനെയാണ് ഇതൊക്കെ വെച്ച് ഷുഗർ കട്ട് ചെയ്യാം. എന്നാൽ പിന്നെ ഞാൻ ബി11 കഴിച്ചോട്ടെ. ശരിയെന്നാ.